ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാര്യങ്ങളൊന്ന് നോക്കാൻ ഞങ്ങളൊരു ജോത്സ്യനെ കാണണമെന്ന് പറഞ്ഞത് ശരിയാ. പക്ഷേ കുടുംബത്തിലുള്ള ആളുകളെ തമ്മിൽ തല്ലിക്കാനുള്ള കാര്യങ്ങളാ ആ ജോത്സ്യൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതങ്ങനെ വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവനവന് സംഭവിക്കുന്നത് വരെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ. ചേച്ചി അങ്കിളിനെയും കൂട്ടി എവിടെ പോയതായിരുന്നു? ഹോസ്പിറ്റലിൽ പോയതായിരുന്നോ? അല്ല, ഞങ്ങളൊരു ജോത്സ്യനെ കാണാൻ പോയതാ. ജോത്സ്യനെ കാണാനോ? എന്നിട്ട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ അച്ഛനെ കൊണ്ട് ജോത്സ്യനെ കാണാൻ പോയത്. ജോത്സ്യനെ കാണുന്ന കാര്യം അച്ഛനോട് പറയാന്നല്ലാതെ പോകാൻ തീരുമാനിച്ച കാര്യം അവന്റെ അടുത്ത് ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ. ആ, ഇത്ര പെട്ടെന്ന് ജോത്സ്യനെ കാണാൻ പോകുന്ന ഞങ്ങള് വിചാരിച്ചില്ല. എന്തിനാ ഓരോന്ന് വെച്ച് താമസിപ്പിക്കുന്നെ? ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അപ്പ തന്നെ ചെയ്തിരിക്കണം. നിങ്ങൾക്കാർക്കും ഇത് അച്ഛനോട് പറയാൻ വയ്യാത്തതുകൊണ്ട് പറയാൻ എന്നെ ഏൽപ്പിച്ചു. ഞാനത് അച്ഛനോട് പറഞ്ഞു. അപ്പൊ തന്നെ അച്ഛന് പരിചയമുള്ളൊരു ജോത്സ്യന്റെ അടുത്ത് പോകുന്ന കാര്യം പറഞ്ഞു. ഞങ്ങൾ രണ്ടുകൂടെ പോവുകയും ചെയ്തു. ജോത്സ്യനെ കണ്ട ശേഷം കാര്യങ്ങൾ വിശദമായിട്ട് പറയാമെന്ന് ഞാനും വിചാരിച്ചു. എന്തായാലും അത് തന്നെയാണല്ലോ നല്ലത്. എന്നിട്ട് ജോത്സ്യൻ എന്ത് പറഞ്ഞു? നിങ്ങൾ സംശയിച്ച പോലെ തന്നെ ആ ജോത്സ്യനും പറഞ്ഞത്. അർച്ചനയുടെ വയറ്റിൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞ് തന്നെയാ എല്ലാത്തിനും പ്രശ്നം. ആ കുഞ്ഞ് ഈ കുടുംബത്തിന്റെ അന്തകനാകുന്ന ജോത്സ്യൻ പറഞ്ഞത്. ജോത്സ്യൻ അങ്ങനെ പറഞ്ഞോ? സംശയമുണ്ടെങ്കിൽ നീ അച്ഛനോട് ചോദിക്ക്. അച്ഛൻ തന്നെ പറഞ്ഞുതരും ആളെന്തൊക്കെയാ പറഞ്ഞെന്ന്. കേട്ടപ്പോ എനിക്കും വിഷമം തോന്നി. അക്കാര്യത്തിൽ എനിക്കും അത്ര വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ സത്യം അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഇതിനെന്തെങ്കിലും പരിഹാരം ജോത്സ്യൻ പറഞ്ഞോ? ആ കുഞ്ഞ് ഈ വീട്ടിൽ ജനിച്ച വലിയ ദുരന്തങ്ങൾ ഈ കുടുംബത്തിലുണ്ടാവുന്ന ജോത്സ്യൻ പറഞ്ഞത്. മനുഷ്യൻ ചന്ദ്രനിലേക്കൊക്കെ പോയിട്ട് വരുന്ന ഈ കാലത്ത് ഇതുപോലുള്ള ജോത്സ്യന്മാര് പറയുന്നത് ആരും വിശ്വസിക്കണമെന്നൊന്നുമില്ല. പക്ഷേ റോക്കറ്റ് കത്തിച്ച് മുകളിലേക്ക് വിടുമ്പോഴും അതിന്റെ ചോട്ടിലൊരു വിളക്ക് കൊളുത്തി തേങ്ങ ഉടയ്ക്കുന്നതാണല്ലോ നമ്മുടെ സംസ്കാരം. അതുകൊണ്ട് ഇത്തരം വിശ്വാസങ്ങളെ തള്ളിപ്പറയാനൊന്നും പറ്റില്ല. എന്നുവെച്ച് ജോത്സ്യം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കണമെന്നുമില്ല. ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞാ അർച്ചനയുടെ വയറ്റിലുള്ളത്. നാളെ ഈ വീട്ടിൽ ഓടിക്കളിക്കേണ്ട കുഞ്ഞ്. പക്ഷെ എന്ത് ചെയ്യാം, അതിന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി. ഏത് കുഞ്ഞിന്റെ കാര്യം നിങ്ങളെ പറയുന്നേ? അത് അല്ല, ഒന്നുമില്ല. ഞങ്ങള് വെറുതെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. അതുകൊള്ള അർച്ചനയുടെ അനിയത്തിയല്ലേ അവള്. എന്തിനാ അവളെ മറച്ചു വെക്കുന്നെ? കാര്യങ്ങൾ അവളും കൂടെ അറിയട്ടെ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, ഈ വീട്ടിൽ സംഭവിച്ചതൊക്കെ നിനക്കറിയാലോ. സ്നേഹയുടെ കാര്യവും നന്ദേട്ടന്റെ കാര്യവും എല്ലാം. പിന്നെ വൃന്ദാവനത്തിലെ കാര്യം നിന്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇവർ രണ്ടുപേരും കൂടി ഒരു ജോത്സ്യനെ കാണുന്ന കാര്യം അച്ഛനോട് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് അച്ഛനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അച്ഛന് പരിചയമുള്ളൊരു ജോത്സ്യനെ പോയി കണ്ടു. തെളിച്ചു പറഞ്ഞാൽ പച്ച ജീവനോട് കത്തിച്ചു കൊന്ന ഒരു ദുരാത്മാവ് നിങ്ങളുടെ തറവാട്ടിൽ വന്ന് ജനിക്കാൻ പോകുന്നു. ഈ ദുരാത്മാവ് ആ കുട്ടിയുടെ വയറ്റിൽ ജന്മമെടുത്തത് മുതലാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്. അതിലെല്ലാം തകർന്നു പോകും.
ഇന്നുള്ളതെല്ലാം ഇല്ലാതാകും. അതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ആ ജനനം തടഞ്ഞേ പറ്റൂ. ഇതിനെയൊക്കെ വിധിന്നല്ലാതെ മറ്റെന്ത് പറയാൻ? ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ നിങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്, വേറെയോ ആളുകളില്ലേ? സ്നേഹിക്ക് സംഭവിച്ചത് സാധാരണ ഏതൊരു പെൺകുട്ടിക്കും പ്രഗ്നൻസി പീരീഡിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. നന്ദേട്ടനെ മനഃപൂർവ്വം ആരോ കൊല്ലാൻ ശ്രമിച്ചതാ. അതിന്റെ പിന്നിൽ ആരാണെന്ന് പോലീസ് കണ്ടെത്തിക്കോളും. പിന്നെ അനൂപേട്ടന്റെ വണ്ടി ആക്സിഡന്റ്. ഇപ്പോഴത്തെ കാലത്ത് റോഡിലെ ഈ തിരക്കിനിടയിൽ ഒരു ആക്സിഡന്റ് അത് സർവ്വസാധാരണമാ. ഇതെല്ലാം കൂടി അച്ചച്ചന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകദോഷമാണെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ അച്ഛനുണ്ട്, ഞാനുണ്ട്, സന്ദീപുണ്ട്, കുഞ്ഞുങ്ങളും ഉണ്ട്, പോരെങ്കിലും അനക്കയുണ്ട്. ഞങ്ങൾക്കാർക്കും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഇതെല്ലാം ഇനിയും ജനിച്ചിട്ടില്ലാത്തൊരു കുഞ്ഞിന്റെ തലയിൽ കൊണ്ട് വെക്കുന്നത്? കാര്യങ്ങളൊന്നും നോക്കാൻ ഞങ്ങളൊരു ജോത്സ്യനെ കാണണമെന്ന് പറഞ്ഞത് ശരിയാ. പക്ഷേ കുടുംബത്തിലുള്ള ആളുകളെ തമ്മിൽ തല്ലിക്കാനുള്ള കാര്യങ്ങളാ ആ ജോത്സ്യം പറഞ്ഞത്. അതുകൊണ്ട് ഇതങ്ങനെ വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവനവന് സംഭവിക്കുന്നത് വരെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ. നിനക്കും നിന്റെ ഭർത്താവിനും കുഞ്ഞിനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് സംഭവിച്ച നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ലെന്ന് പറയരുത്. ഒരു കാര്യമില്ലാതെയാ എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. നിനക്ക് നിസ്സാര കാര്യമായിരിക്കും. ഏട്ടന് പറ്റിയ അപകടവും നിന്നെ ബാധിക്കില്ലായിരിക്കും. ആ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് ജോത്സ്യം പറഞ്ഞത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ കുടുംബത്തിലുള്ള ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കരുത്. ഞാൻ ആരെയും തമ്മിൽ തെറ്റിക്കാനൊന്നും പറഞ്ഞല്ല. അച്ഛനോട് എന്നോടും ജോത്സ്യം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിൽ നിങ്ങൾ ആരും വഴക്കിടേണ്ട ഒരു കാര്യമില്ല. സ്നേഹ, ഇങ്ങനൊരു കുഞ്ഞ് വയറ്റിൽ വന്ന് ജനിച്ചത് അർച്ചന എന്തേലും തെറ്റ് ചെയ്തിട്ടാണോ? ഒരിക്കലും അല്ല. ആതിര പറഞ്ഞത് ശരിയാ. നന്ദേട്ടനെ ആരോ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചത് തന്നെയാ. അത് ചെയ്തത് ആരാണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. ദൈവത്തിന്റെ കാര്യങ്ങള് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മള് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ട. ഏത് ജോത്സ്യൻ പറഞ്ഞാലും ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകത്തിലെ ദോഷം കൊണ്ട് കുടുംബം മുടിയുമെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. വിശ്വസിപ്പിക്കാൻ വേണ്ടി ആരും ശ്രമിക്കുകയും വേണ്ട.